ഹായ്, നമുക്കിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ. നമുക്ക് തന്നിരിക്കുന്നത് ഒരു കോണിക്കൽ ഷേപ്പിലുള്ള ഒരു കണ്ടെയ്നർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഫ് ഹൈറ്റ് 8 ആണെന്ന് തന്നിട്ടുണ്ട്. ഈ ഓപ്പൺ ഏരിയ, ഈ സർക്കുലർ ഏരിയയുടെ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് 5 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ സ്പിരിക്കലായിട്ടുള്ള ബോൾസ് ആഡ് ചെയ്യുകയാണ്, ഷോർട്ട്സ് ആഡ് ചെയ്യുകയാണ്. ഇതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 0.5 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ഈ സ്പിയേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 1/4 ഓഫ് വാട്ടർ പുറത്തേക്ക് പോകുന്നുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് ഷോട്ട്സ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വോളിയം ഓഫ് കോൺ. വി നോ ദ വോളിയം ഓഫ് കോൺ ഇക്വേഷൻ ഇസ് 1/3 pi r squared h. We have the values of r square. r is given here as 5 അല്ലേ, ആൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ആണെന്നറിയാം. സോ ആഫ്റ്റർ സോൾവിങ് ദിസ് വി ഗെറ്റ് ദ ആൻസർ ആസ് 200/3 pi എന്ന് കിട്ടും. നെക്സ്റ്റ് നമുക്ക് കിട്ടേണ്ടത് വോളിയം ഓഫ് വാട്ടർ ഓവർഫ്ലോൺ ചെയ്തതാണ് അല്ലേ. അത് നമുക്കറിയാം, നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 1/4 ആണ് ഓവർഫ്ലോ ചെയ്തിട്ടുള്ളതെന്ന് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 1/4 ഇൻറ്റു വോളിയം ഓഫ് കോൺ ചെയ്യണം. അപ്പോൾ നമുക്കറിയാം 1/4 ഇൻറ്റു 200/3 pi ചെയ്യണം. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് 50/3 pi എന്ന് കിട്ടും. നെക്സ്റ്റ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ സ്ഫിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. വി നോ ദ വോളിയം ഓഫ് സ്ഫിയർ, അല്ലെങ്കിൽ ആ ഒരു ഷോർട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ 4/3 pi r ക്യൂബാണ്. ഇവിടെ നമ്മൾ 4/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.5 ക്യൂബ് നമ്മൾ ചെയ്യണം. ആൻഡ് വി ഗെറ്റ് ദ ആൻസർ ആസ് 1/6 pi. ആൻഡ് ലാസ്റ്റ് നമ്മൾ നമ്പർ ഓഫ് ഷോട്ട്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം വാട്ടർ ഓവർഫ്ലോ ചെയ്യുന്നുണ്ട് ഡിവൈഡഡ് ബൈ ഒരു സ്ഫിയറിൻ്റെ വോളിയം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എത്ര ഷോട്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കിട്ടും. സോ വി ഓവർഫ്ലോൺ ബൈ വി സ്ഫിയർ, ദാറ്റ് ഈസ് 50/3 pi whole divided by 1/6 pi. Pi and pi get cancelled and we get 50/3 into 6/1. 3 and 2 cut by 2. We get the answer as 100 shots.